ഒരു കാലഘട്ടം കേരളത്തിൽ സ്ത്രീകൾക്ക് സഭയിൽ പ്രസംഗിക്കുക പോലും അപൂർവമായിരുന്നു. സഭാ നേതൃത്വത്തിൽ പുരുഷാധിപത്യം ശക്തമായിരുന്ന കാലം. ആത്മീയ വിളിയുണ്ടായാലും അതിനെ അംഗീകരിക്കാൻ സമൂഹം തയ്യാറായിരുന്നില്ല. അന്നമ്മ മാമൻ എന്ന സഹോദരി കേരള പെന്തക്കോസ്ത് ആത്മീയ പ്രസ്ഥാനത്തിന്റെ തുടക്കകാലത്തു തന്നെ ദൈവവിളിയോടെ മുന്നേറിയ ഒരു ധീര സുവിശേഷകയായി മാറി. 1911 ജനിച്ച അന്നമ്മ മാമൻ സാധാരണ കുടുംബജീവിതത്തിനുള്ളിൽ ദൈവവിളി അനുഭവിച്ച വ്യക്തിയായിരുന്നു. പക്ഷെ ആ ദൈവവിളി അന്നമ്മ മാമനെ വീട്ടിനകത്തു മാത്രം ഒതുക്കിയില്ല, കേരളത്തിനകത്തും പുറത്തും സുവിശേഷ യാത്രകളിലേക്ക് നയിച്ചു. അന്നമ്മ മാമന്റെ ജീവിതം എളുപ്പമായിരുന്നില്ല. സാംസ്കാരികമായ തടസ്സങ്ങൾ, സാമൂഹിക വിമർശനങ്ങൾ, സഭാ സംവിധാനങ്ങളിലെ അംഗീകാരക്കുറവ്, ഇവയെല്ലാം അന്നമ്മ മാമൻ നേരിട്ടു. പലപ്പോഴും ഔദ്യോഗിക പദവികളോ നിയമനങ്ങളോ ഇല്ലാതിരുന്നിട്ടും സഭാ നേതൃത്വത്തിൽ പുരുഷന്മാർ ആധിപത്യം പുലർത്തിയിരുന്ന കാലത്തും അന്നമ്മ മാമൻ സുവിശേഷം പ്രസംഗിക്കാൻ ഗ്രാമങ്ങളിലേക്കും വിവിധ പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്തു. ചില സഭാചരിത്ര രേഖകൾ പ്രകാരം കേരളത്തിനകത്തും പുറത്തും സുവിശേഷ പ്രവർത്തനങ്ങളിൽ അന്നമ്മ മാമൻ പങ്കെടുത്തു എന്ന് പറയുന്നു. അന്നമ്മ മാമൻ ഒരു സാധാരണ പ്രസംഗക മാത്രമായിരുന്നില്ല. അന്നമ്മ മാമൻ ഒരു സാഹസികവും ധീരവുമായ സുവിശേഷകയായിരുന്നു. ആത്മാവിന്റെ തീ അവളെ നിർത്താൻ അനുവദിച്ചില്ല. കുടുംബപരമായ ജീവിതത്തിലും വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും അന്നമ്മ മാമൻ തന്റെ ദൈവവിളിയിൽ നിന്ന് പിന്നോട്ടു പോയില്ല. സാമൂഹിക സമ്മർദ്ദങ്ങൾക്കിടയിലും സുവിശേഷ ദൗത്യം തുടർന്നു. അന്നമ്മ മാമന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത സുവിശേഷം പ്രസംഗിക്കുന്നതോടൊപ്പം അത് സംഗീതമായി മാറ്റിയതായിരുന്നു. ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് എന്ന ഗാനം ലോകത്തെ ഒരു വലിയ സമുദ്രമായി ചിത്രീകരിക്കുന്നു. വിശ്വാസത്തെ ആ യാത്രയെ നയിക്കുന്ന ശക്തിയായി അവതരിപ്പിക്കുന്നു. 2002 അന്നമ്മ മാമൻ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടെങ്കിലും അന്നമ്മ മാമൻ പാടിയ വിശ്വാസഗാനങ്ങൾ ഇന്നും അനേകം ഹൃദയങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ തടസ്സം വയ്ക്കുന്നിടത്തും ദൈവവിളി വഴിയുണ്ടാക്കും. അവഗണനയുടെ ഇടയിലും ഒരു ശബ്ദം ചരിത്രമായി മാറാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക.